ഈ 15 വർഷമായിട്ട് രോഗപീഠകളാൽ വിഷമിച്ചുകൊണ്ടിരുന്ന ഈ മോളിയുടെ നിർജീവമായ പേശികളെ ബലപ്പെടുത്തിയതാരാ? ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ ഇടപെടലുകളാ. 15 വർഷമായിട്ട് ഇവരുടെ തളർന്ന കോശങ്ങളെ ജീവിപ്പിച്ചതാരാ? ദിവ്യകാരുണ്യ ഈശോയാണ്. ദൈവത്തിന് അസാധ്യം എന്ന് പറയാനായിട്ടൊന്നുമില്ല. വചനം കേൾക്കുമ്പോ തളർന്ന പേശികളിൽ ദൈവമഹത്വം നിറയും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഈ വചനത്തിന് കാതോർക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ്. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമത്തിലായിരിക്കുമ്പോഴും ഈ വചനങ്ങൾ അധരങ്ങളിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഏത് കാര്യത്തിലും ദൈവമഹത്വം നിറയും. വലത്തെ കൈയുയർത്തി ഹല്ലേലൂയ, ഇടത്തെ കൈയുയർത്തി ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാം. എന്നിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം. ദൈവത്തിന് ഈ പറയുന്ന ഈ അമ്പിളിയെ എഴുന്നേൽപ്പിച്ച് നടത്താമെങ്കിൽ, ദൈവത്തിന് ഈ മോളിയെ എഴുന്നേൽപ്പിച്ച് നടത്താമെങ്കിൽ, 32 വർഷമായിട്ട് അന്ധതയിൽ കഴിഞ്ഞ് ഷാജിക്കയുടെ കണ്ണുകൾ ദൈവത്തിന് തുറക്കാമെങ്കിൽ, ഈ പ്രാർത്ഥന നിയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയ്ക്ക് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഇടപെട്ടുകൂടാ? ഈ ദൈവത്തിന് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാനായിട്ട് സാധിക്കുന്നില്ല? ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിലും ദൈവമഹത്വം നിറയുമെന്ന് ഉറപ്പുണ്ടെന്ന് വരികിൽ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ഞാൻ ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതമാകുന്ന രീതിയിൽ എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് അതോടെ ഇടപെടാനായിട്ട് കഴിയും. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം ചെറുമണി അരികിൽ വരേടേ സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹൃദയം നേരം പോലെ ഹൃദയം നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പോലെ
ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എന്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എന്റെ ഉള്ളം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എല്ലാവരും ചേർന്ന് അതരങ്ങളും തുറന്ന് ദൈവമഹത്വം നിറയണമെന്ന ആഗ്രഹത്തോടെ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത്ഭുതകരമായ ഇടപെടലുകൾ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ എന്റെ പ്രാർത്ഥന ദൈവങ്ങളിൽ നിറയുന്ന നിമിഷങ്ങളാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ദൈവമുഖങ്ങളിൽ നിറയപ്പെടുന്ന നിമിഷങ്ങളാണെന്ന് കരുതി എന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിൽ നിറയപ്പെടണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. വലിയ ദൈവത്തിന്റെ മഹത്വം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ 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 സർവ്വശക്തനായ ദൈവമേ, തകർന്ന പേശികളിലൂടെ ദൈവത്തിന്റെ ജീവരക്തം ഒഴുക്കുന്ന ദൈവമേ, നിർജീവ കോശങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമേ, ദൈവത്തിന്റെ മഹത്വം നിറച്ച വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന ദൈവമേ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ എനിക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. എല്ലാ ആദരങ്ങളിലും ദൈവമഹത്വം നിറയട്ടെ. എല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായ ദൈവത്തിന്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി. ഈശോ നമ്മളിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇടപെടും എന്ന് വരികിൽ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു ചെറിയ അടയാളം കർത്താവ് തരും. ഒന്നുകിൽ ശരീരത്ത് ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെടാം, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു കരണ്ട് പാസ് ചെയ്യുന്ന പോലെ തോന്നാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരമില്ലാത്തൊരവസ്ഥ പോലെ തോന്നാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അഭിഷേകം നമ്മുടെ ശരീരത്ത് ഉണ്ടാവും. നമ്മുടെ ആ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടു എന്ന് നമ്മളെ അറിയിക്കുന്ന ഒന്നാണിത്. വലത്തെ കൈ ഉയർത്തി ഹല്ലേലൂയ ഇരിക്കാം. ഈ ദൈവവചനം എന്ന് നമ്മൾ പറയുമ്പം നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം കടന്നു വരുന്നത് ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിളാണ്. ഇത് ദൈവവചനമാണ്. പക്ഷേ എഴുതപ്പെടാതെ സഭ നൂറ്റാണ്ട് കാലമായിട്ട് ദൈവനിവേശിതമായിട്ട് ആദരിച്ച് അംഗീകരിച്ചു പോരുന്ന സഭയുടെ പാരമ്പര്യം, അതും ദൈവവചനമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിന്റെ കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം കൂടി എഴുതുവാണെന്ന് വരികിൽ അത് വയ്ക്കാൻ ഭൂമി തികയത്തില്ല. ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിളും എഴുതപ്പെടാത്ത സഭയുടെ നടപടിക്രമവും സഭയുടെ പാരമ്പര്യവും ദൈവവചനമാണ്. ഈ സഭയുടെ പാരമ്പര്യത്തിൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് അവരുടെ ജീവിതശൈലി, 2 വിശ്വാസ സത്യങ്ങൾ, 3 ആരാധനാക്രമം. സഭയുടെ പാരമ്പര്യത്തിലുള്ള ഈ 3 ഘടകങ്ങളും എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിളും, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് മാറുമ്പോഴാണ് ഒരു അഭിഷേകത്തിൽ, ഒരു സഭാത്മക ജീവിത കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. സഭാത്മക ജീവിതം നയിക്കുന്ന ആളിന്റെ ഒരു പ്രത്യേകതയാണ് എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിള് ദൈവനിവേശിതമായിട്ട് അംഗീകരിക്കുകയും അനുദിന ജീവിതത്തിൽ ആ ദൈവവചനവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുക.
എങ്ങനെയാണ് ഈ ദൈവവചനവുമായിട്ട് നമ്മൾ അഭേദ്യമായിട്ടൊരു ബന്ധം പുലർത്തുന്നത്? ഒരു ദിവസം ഒരധ്യായമെങ്കിലും ദൈവവചനം വീട്ടിൽ ഉറക്കെ കേൾക്കണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പം ആൾക്കാരും കേൾക്കാതെ വളരെ രഹസ്യാത്മകമായിട്ടാണ് പലരും ബൈബിൾ വായിക്കുന്നത്. എന്നിട്ടങ്ങ് അടച്ചു. ബൈബിൾ വായിക്കുന്നത് വീട്ടിൽ കേൾക്കണം. ദൈവവചനം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പിശാചിനാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നതിന് പിശാചിന് കുഴപ്പമൊന്നുമില്ല, ജപമാല പ്രാർത്ഥന ചെല്ലുന്നതിനും കുഴപ്പമൊന്നുമില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ സമയത്തൊന്നും നമ്മുടെ ഒരു മൈൻഡ് ഏകാഗ്രതയിൽ ഇരിക്കുമെന്നൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ദൈവവചനം കേൾക്കുക, ദൈവവചനം പ്രചരിപ്പിക്കുക, അത് സാത്താൻ ഏറ്റവും കൂടുതൽ ഭീതിജനകമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കാൻ പലപ്പോഴും നമുക്ക് വീട്ടിലൊരു സമയം കിട്ടാത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രഭാതത്തിലും സായാഹ്നത്തിലും വീട്ടിൽ ദൈവവചനം മുഴങ്ങി കേൾക്കണം. ഒരു സഭാത്മക ജീവിത ശൈലിയുള്ള ആളിന്റെ പ്രത്യേകതയാണ്, ഒന്നാമത്തെ പ്രത്യേകതയാണത്. ദൈവവചനത്തിനോടുള്ള ആഭിമുഖ്യം. അപ്രകാരം ജീവിക്കുന്ന ആളിന്റെ കാര്യങ്ങളിലാണ് ദൈവം ഇടപെടുന്നത്. പലരും പറയുന്നില്ലേ, അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിക്ക് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേ അതിന്റെ കല്യാണം നടന്നുപോയി. നമ്മുടെ കുട്ടിക്കാണെങ്കിൽ 29 വയസ്സായി, എത്ര പേര് വന്ന് കണ്ടു, പക്ഷെ വിവാഹം നടക്കുന്നില്ല. അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ അവർ ആശുപത്രിയിൽ പോകുന്നതേ ഇല്ല. നമ്മളാണെങ്കിൽ കൊച്ചിന് കഴിയുമ്പോഴത്തേക്ക് തള്ളയ്ക്ക് ഇങ്ങനെ തുടരെ ഇങ്ങനെ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ആത്മീയ അഭിഷേകം ഇല്ലാത്ത കുടുംബത്തിലാണ് അസ്വസ്ഥതകൾ കൂടുതലും തലവെക്കാനായിട്ടിടയായി തീരുന്നത്. ഈ ആത്മീയ അഭിഷേകം നിറയാൻ വചനത്തോട് ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം കുടുംബത്തിൽ പുലർത്തുകയും വീട്ടിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും ദൈവവചനം ഉറക്കെ മുഴങ്ങി കേൾക്കുകയും വേണം. അവിടെ ദൈവത്തിന്റെ മഹത്വം നിറയും. ഈ കൊച്ചുകുട്ടികളൊക്കെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ വായിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവരെ ഒരധ്യായം ബൈബിൾ വായിപ്പിക്കണം. 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണെന്ന് വരികില് അത് 10ാമത്തെ വയസ്സിൽ അതിന് വായിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ 5ാമത്തെ വയസ്സിൽ മലയാളം വായിക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ 8ാമത്തെ വയസ്സിൽ ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ പഠിച്ചാൽ, ആ കുട്ടിയെ കൊണ്ട് കാലത്തും വൈകിട്ടും ഒരധ്യായം ദൈവവചനം വായിപ്പിക്കണം. അതിന് ഏറ്റവും നല്ലത് 8 വയസ്സായ കുട്ടിയാണെങ്കിൽ 8ാമത്തെ സങ്കീർത്തനം 8ാമത്തെ അധ്യായം അങ്ങ് വായിപ്പിക്കണം. രാവിലെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പും വൈകിട്ട് പഠിക്കാനിരിക്കുന്നതിന് മുമ്പും 8ാം അധ്യായം ഉറക്കെ അങ്ങ് വായിക്കണം. അത് 365 ദിവസം ഈ കുട്ടി 8ാം അധ്യായം വായിക്കട്ടെ. അപ്പൊ ആ 8ാം അധ്യായം ഈ കൊച്ചിന്റെ ബ്രെയിനകത്ത് അങ്ങ് അലിഞ്ഞു ചേരും. 9ാമത്തെ വയസ്സിന് 9ാമത്തെ അധ്യായം വായിക്കട്ടെ. 365 ദിവസം 2 നേരം 9ാം അധ്യായം വായിച്ചു കഴിയുമ്പോ ഈ 9ാമത്തെ അധ്യായം 9 വയസ്സായ കുട്ടിയുടെ ബ്രെയിനകത്ത് അലിഞ്ഞു ചേരും. അങ്ങനെ 15 വയസ്സായി കഴിയുമ്പോ 7 അധ്യായം ദൈവവചനം ഈ കുട്ടിയുടെ ബ്രെയിനകത്ത് ക്രോഡീകരിച്ചു കഴിയും. ആ കുട്ടിയെ കുറിച്ച് മാതാപിതാക്കൾക്ക് ആശങ്ക വേണ്ട. ആ കുട്ടിയെ കുറിച്ച് മാതാപിതാക്കൾ ഉത്കണ്ഠ വേണ്ട. കാരണം നല്ലതേതാ, ശരിയായിട്ടുള്ളതേതാ, തെറ്റായിട്ടുള്ളതേതാ എന്ന് വിവേചിച്ചറിയാനായിട്ടുള്ള കൃപ ഇവന്റെ തലച്ചോറിൽ ക്രോഡീകൃതമായിരിക്കുന്ന അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ ദൈവവചനം അവനെ പ്രേരിപ്പിക്കും. വലത്തെ കൈ ഉയർത്തി ഹല്ലേലൂയ, ഇടത്തെ കൈ ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ.